നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 31, ആഗസ്റ്റ് 1, 2 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂലൈ 31 രാവിലെ 11:15 AM മുതൽ ഓഗസ്റ്റ് 2 രാത്രി 11:52 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ എല്ലാ ദിവസവും പറയുന്ന കാര്യം പറയാം. ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാം. എൻ്റെ വാട്സാപ്പ് നമ്പർ, ദയവേത് ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. ഇവിടെ ഈ ദിവസങ്ങൾ മാത്രമല്ല, ഏകദേശം ഒരു 45 ദിവസം ശനിയും ചൊവ്വയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. അത് വളരെ ദോഷകരമാണ് എല്ലാവർക്കും. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലം. ശനിയാഴ്ച ശനിക്ക് ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ ഉയർച്ചയുണ്ടാവും. പൊതുവെ നല്ല ഭാഗ്യമുള്ള ദിവസങ്ങളാണ് മേടം രാശിക്കാർക്ക്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യം തന്നെയാണ് കാണുന്നത്. പ്രധാനമായിട്ട് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. ഇവരുടെ ധനസ്ഥാനത്ത് ഗുരു-ശുക്രയോഗം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, കലാസാഹിത്യ രംഗത്ത് ഉയർച്ച. സൂര്യൻ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം. കൂടാതെ ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനി, വ്യാഴം, ചൊവ്വ ഇപ്പോൾ 2 ദിവസം മുമ്പ് മാറിയപ്പോൾ പ്രതികൂലമായിട്ട് വരികയാണ്. ആ പ്രതികൂലമായ ചൊവ്വ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ശനിയുമായിട്ട് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന്, ശിവന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മുരുകക്ഷേത്രത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. അതുപോലെ തന്നെ
ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയാണ്. ഇനി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ആഴ്ചയിൽ 7 ദിവസവും ഇതിൽ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച, ഞായറാഴ്ച ശിവന്, അതുപോലെ തന്നെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു. നിയമപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഇവർക്ക് അല്പം പ്രശ്നമുള്ള ദിവസമാണ്. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇവർ ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ചിങ്ങം രാശിക്ക് ശുക്രനും വ്യാഴവും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ മെച്ചം ഇവർക്കുണ്ട് ഈ ദിവസങ്ങളിൽ. അതുകൂടാതെ ചന്ദ്രനും അനുകൂലമാണ്. അപ്പം ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ 3 കൂടെ ചേരും. ഈ 3 ഗ്രഹങ്ങളുടെ ആനുകൂല്യം കിട്ടുന്നതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ ഇവർക്ക് അനുഭവവേദ്യമാകും. പൊതുവെ ഇവർക്ക് സർവവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഇവ പ്രതീക്ഷിക്കാം. ഇനി കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. അത് രണ്ടും പരസ്പരം ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 11ാം ഭാവത്തിലാണ് സൂര്യ ബുധയോഗം, അതായത് രവി ബുധയോഗം ഇവർക്ക് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ട് ഈ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് നേട്ടമുണ്ടാവും. പ്രധാനമായിട്ട് തൊഴിൽ മേഖലയിൽ, അതുപോലെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇനി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ് ഇതും. എങ്കിലും ചൊവ്വ ഇവർക്ക് 12ാം ഭാവത്തിലെ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അത് ശനിയായിട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ശനി ഇവർക്ക് അനുകൂലമായതിനാൽ വലിയ കുഴപ്പമൊന്നും വരില്ല. കർമ്മഭാവത്തിൽ രവി ബുധയോഗം. അപ്പോൾ തൊഴിൽ ലാഭം ഈ കർക്കിടക മാസം മാത്രം. കർക്കിടക മാസവും ചിങ്ങമാസവും ഇവർക്ക് സൂര്യൻ അനുകൂലമൊക്കെ തന്നെയാണ്. ഏകദേശം ബുധനുമൊക്കെ അനുകൂലമായിരിക്കും. കർക്കിടകം, ചിങ്ങമാസങ്ങളിൽ തൊഴിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ബന്ധങ്ങൾ ഊഷ്മളമാവും. സർവവിധ സൗഭാഗ്യം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, സർവകാര്യ വിജയം, അതുപോലെ തന്നെ
സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, ആനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴവും ചന്ദ്രനും പ്രതികൂലമാണെങ്കിലും ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ഇവർക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, അയ്യപ്പന്, ശിവന് വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ചൊവ്വ ഇവർക്ക് കർമ്മസ്ഥാനത്ത് വരികയാണ്. എങ്കിലും അവർക്ക് ശനി പ്രതികൂലമാണ്. അപ്പോൾ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ശനിയും ചൊവ്വയും കൂടി പരസ്പരം ദൃഷ്ടി ചെയ്യുന്നതിനാൽ അത് ദോഷകരമാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയും ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ അത് കുറേയൊക്കെ മാറിക്കിട്ടും. എങ്കിലും ചൊവ്വ ഇവിടെ അനുകൂലമായതിനാൽ ഇവർക്ക് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ചയുണ്ടാവും. ബൗദ്ധിക മേഖലയിലും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇവർ വ്യാഴാഴ്ച വഴിപാടുകൾ നടത്തുക. വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിലും പറ്റുമെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ശനി അനുകൂലമാണ്. സർവകാര്യ വിജയം ഒക്കെ പ്രതീക്ഷിക്കാം ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ. അതുപോലെ സാങ്കേതിക രംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അവ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആഴ്ചയിൽ 7 ദിവസവും ഇവർ ദർശനം നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. പ്രത്യേകിച്ച് പ്രണയ ജീവിതം സുരഭിലമാകും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ, വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ ലാഭം. സൂര്യൻ ബുധനും ഇവിടെ ഇവർക്ക് 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കർക്കിടക മാസം മുഴുക്കെ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. പൊതുവെ കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങൾ ഞങ്ങൾ പറയുന്നത്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ചൊവ്വയും ശനിയും പ്രതികൂലം, ചന്ദ്രനും പ്രതികൂലം, സർപ്പവും പ്രതികൂലം.
മീനം രാശിക്ക് ജന്മശനിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശനിയുമായിട്ട് ദൃഷ്ടി ചെയ്യുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. എതിർ ലിംഗക്കാരുമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ, ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ ദർശനമെങ്കിലും നടത്തുക. പിന്നെ ഇവർക്ക് ധനവരവുണ്ടാവും, എങ്കിലും അതിനൊക്കെ ഒരു തടസ്സമാണ് പൊതുവെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ചയൊക്കെ ഉണ്ടാവും. എന്നാലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങളുള്ള ദിവസമാണ്. ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ അതൊക്കെ മറികടക്കാൻ പറ്റും. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 31/7/2025 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 4, 3, 9, 7 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 1/8/2025 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 1, 2, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 2/8/2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 1, 2, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. ജൂലൈ 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ രാവിലെ 4:42 AM മുതൽ രാവിലെ 5:30 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. ജൂലൈ 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ. ഇതേ തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം ഈ 3 ദിവസവും ഉച്ചയ്ക്ക് 12:08 PM മുതൽ ഉച്ചയ്ക്ക് 12:58 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ജൂലൈ 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. ജൂലൈ 31 ഉച്ചയ്ക്ക് 2:06 PM മുതൽ 3:40 PM വരെയാണ് ജൂലൈ 31 രാഹുകാലം. ഓഗസ്റ്റ് 1 തീയതി രാവിലെ 10:59 AM മുതൽ ഉച്ചയ്ക്ക് 12:33 AM വരെയാണ് ഓഗസ്റ്റ് 1 തീയതി രാഹുകാലം. 2 തീയതി രാവിലെ 9:25 മുതൽ രാവിലെ 10:59 AM വരെയാണ് 2 തീയതി രാഹുകാലം. രാഹുകാലത്ത് കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. 31 തീയതി വ്യാഴാഴ്ച മഞ്ഞ, ഓഗസ്റ്റ് 1 തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, ഓഗസ്റ്റ് 2 തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ പ്രധാന ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെ ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.